ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കിൻ നന്നായി നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ആദ്യം നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നല്ലോണം ചെത്തി വൃത്തിയാക്കി എടുക്കുക. അതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ അതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങാണെങ്കിൽ സ്കിന്നിന് ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ്. മുഖത്ത് വരുന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിള് അങ്ങനെയൊക്കെ വരത്തില്ലേ, പിഗ്മെൻറ്റേഷൻ, അതിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എല്ലാം നല്ലോണം ഊറ്റിയെടുക്കുക. അങ്ങനെ നമ്മൾ ജ്യൂസ് എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുറച്ച് നേരം വെച്ചേക്കണം. ഇതുണ്ട്, അപ്പോഴത്തേക്ക് ഇതിൻ്റെ നിറമൊക്കെ ഒരു പരുവം മാറി വരും. നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ആവശ്യമില്ല. നമുക്കിനി ഇത് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്ത് ആവശ്യമുള്ളത് ഇതിൻ്റെ താഴെ അടിഞ്ഞിരിക്കുന്ന ആ വൈറ്റ് കളറ് മാത്രം. അത് കുറച്ചുള്ളതെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കണ്ടോ, കുറച്ച് നേരം വെക്കുമ്പോൾ നമ്മൾക്ക് അത് തന്നെ അതിൻ്റെ അടിയിലോട്ട് അടിഞ്ഞോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 2-2.5 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടിയും സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ്സും ഗ്ലോയും ഒക്കെ തരാനായിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ നമുക്ക് കോഫി പൗഡറും അതുപോലെ തന്നെ സ്കിന്നിന് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ്. സ്കിൻ വൈറ്റനിങ്ങിനും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കും. അതുപോലെ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ നീരില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് മാത്രം. ഇനി അത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫേസ് പാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് സെറ്റാക്കാൻ വെക്കാം. സെറ്റാക്കിയപ്പോൾ അത് ഇച്ചിരിയും കൂടെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം, കാരണം നല്ല രീതിയിൽ അതങ്ങ് ടൈറ്റായിട്ടുണ്ട്. ഇതാണ്, നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരൊഴിച്ചിട്ട് തേച്ചപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ കൈ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്, മുട്ട് വരെ. കൂടുതലും നമ്മുടെ കൈക്കൊക്കെ ടാൻ അടിക്കുന്നത്, കാരണം നമ്മൾ ഫുൾ കൈ ഒന്നും ഇടുന്നില്ലല്ലോ അധികവും. ഇതുണ്ട്, അങ്ങനെ ഞാൻ എൻ്റെ കൈ ഫുള്ളും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ കൈയെല്ലാം നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. എല്ലാം പൊടിഞ്ഞ് താഴെ വീഴുന്നുണ്ട് കയ്യിൽ നിന്ന്. നമുക്കിനി ഇത് നല്ലോണം വാഷ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ കൈയെല്ലാം വാഷ് ചെയ്ത് കാണുമ്പം തന്നെ നമുക്കൊരു ചെറിയ വ്യത്യാസമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കൈയാണ് നമ്മളിപ്പം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത്. ഇതെൻ്റെ മറ്റേ കൈ.
രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത്